സാറേ എനിക്ക് പഠിക്കണം എന്നുണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഡെയിലി രാത്രിയാവുമ്പോൾ റിഗ്രറ്റ് ആണ് എന്നൊന്നും പഠിച്ചില്ല എന്നുള്ളത്. എവരിഡേ രാവിലെ ഫുള്ള് രാത്രി വരെ ടൈം ഫുള്ള് വേസ്റ്റ് ചെയ്തിട്ട് രാത്രിയാവുമ്പോൾ റിഗ്രറ്റ് ആണ് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതും. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന ആളായിരുന്നു. എനിക്കെന്താ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. യാഹ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ബട്ട് ബിഫോർ ദാറ്റ് ദാറ്റ്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് വൺ ബൈ വൺ അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ ടോപ്പറായിരിക്കും, ഒരു പക്ഷേ കോളേജിൽ ടോപ്പറായിരിക്കും, വാട്ട് എവർ. ദ തിങ് ഇസ്, നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കോഴ്സ് ഇത്രയും വോളിയൂം ഓഫ് ഡാറ്റ ഒന്നിച്ച് പഠിക്കാൻ തന്നിട്ടുള്ളത്. ആൻഡ് അതും ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത മാനറിൽ. വെനൈസ് സ്ട്രക്ചേർഡ് അല്ലാത്ത മാനറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ഓരോ ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ടേം ഇത്ര പഠിക്കുക, സെക്കൻഡ് ടേം ഇത്ര പഠിക്കുക, തേർഡ് ടേം ഇത്ര പഠിക്കുക, മെയിൻ എക്സാം എല്ലാം കൂടി ഒന്നിച്ച്. അതായത് യു ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഒരു പക്ഷേ നിങ്ങൾ ഒരു ഡിഗ്രി 3 ഇയേഴ്സും പി ജി 2 ഇയേഴ്സും കമ്പൈൻഡ് 5 ഇയേഴ്സ് എല്ലാം കൂടിയും പഠിക്കാനുള്ള അത്രയും വോളിയൂം ഓഫ് ഡാറ്റ, അത്രയും ഇൻ ഡെപ്ത്, അതും ഒരു അനാലിറ്റിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, ആൻഡ് ദാറ്റ് ടു യു ഹാവ് ടു പ്രിപ്പയർ ഓൾ ദിസ് വിത്തിൻ 9 months എന്നും പറയുമ്പോൾ യു ഫീൽ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആൻഡ് യു സ്റ്റാർട്ട് ഫീലിംഗ് ഇത് എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ദ ട്രൂത്ത് ഇസ്, നിങ്ങളെ ബ്രെയിനിന് നിങ്ങളെ മൈൻഡിന് ഇതിനുള്ള എല്ലാ കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട്. ബിക്കോസ് ഓൾറെഡി പാസ്സായ ആൾക്കാരൊന്നും ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സൂപ്പർ പവറുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണ ആൾക്കാർ തന്നെയാണ്. ആൻഡ് യെസ്, ക്ലിയർ ചെയ്തപ്പോഴാണ് എനിക്കും മനസ്സിലായത് എനിക്ക് ഇത്രയും കേസ് ലോസും ഇത്രയും സെക്ഷൻ നമ്പേഴ്സും, അതായത് തിയറിയിൽ അത്രയും വീക്കായിരുന്ന ഞാൻ, എനിക്ക് ഇത്രയും കേസ് ലോസും ഇത്രയും സെക്ഷൻ നമ്പേഴ്സും ഇത്രയും ടോപ്പിക്കും ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നും, ഓർ അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബുദ്ധി പടച്ചോൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നും ക്ലിയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. സോ ദ ട്രൂത്ത് ഇസ്, ഇത്രയും കാലം നമ്മൾ പഠിച്ചു വന്ന ഒരു ഈസി ഗോ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ ബ്രെയിനിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിനെ ടെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വെരി സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. നൗ എന്താ ചെയ്യാം? സി, പഠിക്കാൻ തോന്നുന്നില്ല, രാത്രിയാകുമ്പോൾ റിഗ്രറ്റ് ആവുക. ഒറ്റ ക്വസ്റ്റ്യൻ, വെനെവർ യുവർ ലൈഫ് ഗെറ്റ്സ് ഹാർഡ്, വെനെവർ യു ഫീൽ സംതിങ് ഭയങ്കര നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ, വൈ? അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ എന്തിന് ഈ കോഴ്സിന് വേണ്ടി വന്നു, ദാറ്റ് ഷുഡ് ബി അവർ പ്രൈം ഫോക്കസ്. നിങ്ങൾ എന്തിനാണ് നമ്മൾ, ഓക്കെ, വൈ ഡു യു വോണ്ട് ടു പുട്ട് യുവർ സെൽഫ് ഇത്രയും ഒരു സ്ട്രഗിൾ ഉള്ള ഒരു സ്റ്റേജിലൂടെ പോകേണ്ട സിറ്റുവേഷൻ എന്താ? സാറ് സ്ട്രഗിൾ ഉള്ള സ്റ്റേജിലൂടെ പോകേണ്ട സിറ്റുവേഷൻ അതൊന്നുമില്ല, സിമ്പിൾ. ഐ വോണ്ട് ടു ബി എ സി എ. വൈ യു വോണ്ട് ടു ബി എ സി എ? സാറേ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ വേറെ മെത്തേഡ്സ് ഉണ്ടല്ലോ. എന്തിനാണ് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകേണ്ട ആവശ്യം? വെൻ ഐ ആസ്ക് വൈ, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓക്കെ എനിക്ക് സി എ ആവണം അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം. വൈ ഡു യു വോണ്ട് ടു ബി എ സി എ? എന്തിന് ഈ കോഴ്സിന് ജോയിൻ ചെയ്തു? ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ദ പേഴ്സൺ, യു നോ നിങ്ങളെ ഫാമിലിയിലെ സിറ്റുവേഷൻ, സ്ട്രഗിൾസ് നിങ്ങൾ കണ്ടു, നിങ്ങളെ പാരൻസിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നിങ്ങൾ കണ്ടു, അപ്പോൾ ഇനി നിങ്ങൾ പാസ്സായിട്ട് വേണം നിങ്ങളെ ഒന്ന് ഫാമിലിനെ സ്റ്റേബിൾ ആക്കാൻ, സ്ട്രഗിൾസ് ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ, നിങ്ങൾ പാരൻസിനൊന്ന് റിട്ടയർ ചെയ്യുക, സോ ദാറ്റ് ഇനി നിങ്ങളെ ടേൺ ആണ്, ഞാൻ ഐ വിൽ ഡു സംതിങ്. ഓ യു വാണ്ട് സം ക്വാളിഫിക്കേഷൻ ഓഫ് യുവർ ഓൺ. സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ആണ് എന്ന് പറയാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണം. ബിക്കോസ് ദ തിങ് ഇസ്, ഈ കോഴ്സിന് ഇതിനെല്ലാത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് കേസസ് വേർ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സ്റ്റുഡൻസ്, ലൈക്ക് ദർ വാസ് ദ സ്റ്റുഡൻറ്റ് ഓഫ് മൈൻ, ആള് ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത അതേ ഫേമിൽ കേട്ടോ, അതായത് 7,000 rupees സ്റ്റൈപ്പൻഡ് കിട്ടിയോണ്ടിരിക്കുന്ന ഫേമിൽ എക്സാംസ് എഴുതി ക്വാളിഫൈഡ്, ഹി ബിക്കേം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതേ ഫേമിൽ ആൾക്ക് ഓഫർ വരികയാണ് ഫോർ 70,000 rupees അവിടെ എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യുന്നു. നോ വാട്ട് ഹാപ്പൻഡ്, ആ ഒറ്റ നൈറ്റിൽ പെട്ടെന്നൊരു ദിവസം ഉറങ്ങാൻ പോയപ്പോൾ അയാളെ നോളേജ് അല്ലെങ്കിൽ അയാളെ സ്കിൽസൊക്കെ 10 times എക്സ്ട്രാ ആയോ. അതായത് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും 10 ഇരട്ടി റെമ്യൂണറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. The point that I'm trying to say is, this is such a course which നിങ്ങളെ ലെവൽ ഓഫ് നോളേജും നിങ്ങളെ ലെവൽ ഓഫ് സ്കില്ല് വെച്ചിട്ടും ഈ ഒരു ക്വാളിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് ദാറ്റ് സി എ, നിങ്ങളുടെ പേരിൻ്റെ മുന്നേ ചാർട്ടേഡ് അക്കൗണ്ട് എന്നുള്ള 2 ലെറ്റർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് തുറന്നു വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ട്രെമൻഡസ് ആണ്. നിങ്ങൾക്ക് വരുന്ന ആ പേ സ്കെയിലുള്ള ആ വാല്യൂ ഉള്ള ഡിഫറൻസ് തന്നെ, ഐ മീൻ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ദർ ആർ ലോട്ട് ഓഫ് കേസസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫാക്കൽറ്റി ഫീൽഡിൽ തന്നെ അൽതാഫ് സാറുണ്ട്,
അസ്കർ സാറുണ്ട്, ഇവരൊക്കെ അവർ പല സെഷൻസിൽ അവർ സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അൽത്താഫ് സാറൊക്കെ റീലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അവരെത്ര സ്ട്രഗിളിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെന്നുള്ളത്. അവർ അൽത്താഫ് സാറ് മദർ ആവട്ടെ അല്ലെങ്കിൽ അൽത്താഫ് സാറാവട്ടെ കൂലിപ്പണിയൊക്കെ എടുത്ത് ചെയ്തൊരു പേഴ്സൺ വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാഷാ അല്ലാ വീടുണ്ടാക്കി, കാർ വാങ്ങി, ഉമ്മാക്ക് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞ് ഹജ്ജ് ഉംറ ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ബട്ട് അത് ഉമ്മാൻ്റെ ആഗ്രഹം അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്ത് ഇതെല്ലാം വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. സോ ദിസ് കോഴ്സ് ഈസ് ഡെഫിനറ്റ്ലി അതിൻ്റെ വാല്യൂവിൽ നമുക്ക് യാതൊരു നിങ്ങൾ ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. യു ഓൺലി നീഡ് ടു നോ വൈ യു വോണ്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. സാറേ എന്താണ് ഇപ്പോൾ എ ഐ വന്നിക്കണേ, എ ഐ നമ്മളെ ജോലി പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പറഞ്ഞേക്കണത് ഇതിൻ്റെ സ്കോപ്പ് കുറഞ്ഞേക്കണമെന്നുള്ളത് ആരാ പറഞ്ഞത്? അവൻ്റെ എൻ്റെ ചെങ്ങായി സി ചെയ്യണോ? ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ പറയുന്ന ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്. നിങ്ങൾ സി എ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്താവും അല്ലെങ്കിൽ എ ഐ എന്താവും. നിങ്ങൾ സി എ ആയോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ സി എ ആയി കഴിഞ്ഞിട്ട് എന്താവുക എന്നുള്ള അതിൻ്റെ സ്കോപ്പ് കുറവാണ് അല്ലെങ്കിൽ എ ഐ ആണ് മറ്റേതാണ് മറിച്ചാണ് വരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി എ ആയി കഴിഞ്ഞിട്ട് എ ഐ നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന ഡേഞ്ചർ ആലേക്ക് എ ഐ നിങ്ങൾ ഓൾറെഡി ഇപ്പോഴത്തെ സ്റ്റേജ് നിങ്ങൾ ഓൾറെഡി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ്. ഐ മീൻ വാട്ട് ആർ യു നൗ? യു ആർ നത്തിങ് നൗ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു ബി സംതിങ് ഫസ്റ്റ്. ഇനി ഓക്കെ സി യു സിൻസിയർലി ഫീൽ ലൈക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾ ആ വൈ എന്നുള്ള പേർപ്പസിന് വീക്കെൻഡ് ചെയ്യണ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞു കേട്ടോ. ഇഫ് യു സിൻസിയർലി ഫീൽ ഇതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ സാധനമുണ്ട്, ഞാൻ സി എയിൽ ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊന്നും എഫേർട്ട് ഇടാതെ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, വാട്ട് എവർ മേ ബി ദി കേസ്, അങ്ങനെ ഒരു ക്ലാരിറ്റി ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓവർ ഹിയർ. അതൊന്നുമില്ലാതെ യു നോ യു ഹാവ് നോ ചോയ്സ്, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഓരോ റീസൺസ് എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ഹാവ് ഓൾറെഡി ബീൻ റിപ്ലേസ്ഡ് ബൈ എ ഐ. യു ആർ നത്തിങ് നൗ. സോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് രാത്രി ആകുമ്പോൾ റിഗ്രറ്റ് ഉള്ളൂ, ഇന്ന് രാവിലെ ഒന്നും പഠിച്ചില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈമിന് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും, എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ കളഞ്ഞു എന്നുള്ളത്. ബിക്കോസ് വാട്ട് എവർ ഫ്യൂ ഇൻസിഡൻസ് ആർ ഐ സെഡ് ഓവർ ഹിയർ, ബിസൈഡ്സ് ദാറ്റ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ വർഷവും പല ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യണ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 50+, 55+ ഉള്ള ആൾക്കാർ, ദേ കോൾ മീ, ദേ ആസ്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ പ്രൊസീജിയർ എന്താ, ഇത് പണ്ട് ചെയ്തിരുന്നു പിന്നെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ദേ ആർ ലൈക്ക് അവർക്ക് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവർ ജോബ് സെക്ടറിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വാല്യൂ. അതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ഫാമിലിയായി റെസ്പോൺസിബിലിറ്റി എല്ലാം അഗെയിൻ ഒരു പക്ഷേ ജോബിൽ നിന്ന് മാറി നിന്നിട്ട് തന്നെ വീണ്ടും ഈ സ്റ്റഡീസിൽ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. ഫുൾ ഇത് ക്ലിയർ ചെയ്യാത്ത കുറേ പൊട്ടന്മാർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേട്ടിട്ടാണ്. നോ ഓഫൻസ്, ഓക്കെ, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് യു ടു റിഗ്രറ്റ് ഇൻ യുവർ ലൈഫ്. പഠിക്കാനുള്ള ടൈം പഠിക്കുക. നൗ ജസ്റ്റ് വിഷ്വലൈസ് ദ ഡേ ഓഫ് യുവർ റിസൾട്ട്. ഓക്കെ, നിങ്ങൾ എക്സാമിൻ്റെ ഡേ ചിന്തിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ആ റിസൾട്ടിൻ്റെ ഡേ നിങ്ങൾ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ റോൾ നമ്പർ അടിച്ചിട്ട് നിങ്ങൾ 3 സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 3 സബ്ജക്റ്റ് അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 6 സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഡു യു ആക്ച്വലി വാണ്ട് ടു സീ ദ വേർഡ് സക്സസ്ഫുൾ, ഓർ അതിൻ്റെ മുന്നേ 2 ആൽഫബറ്റ് ഉള്ളതാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഡേറ്റ് ഈസ് ഗോയിങ് ടു കം. ബിലീവ് മീ, ഇപ്പോഴും ടൈമുണ്ട് നമുക്ക് ആ ഫേറ്റ് മാറ്റാൻ. യു സ്റ്റിൽ ഹാവ് സഫിഷ്യൻറ്റ് ടൈം. ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് ടൈം ഉണ്ട്. ഞാൻ വെറുതെ എന്തെങ്കിലും പറയലോട്ടെ. ഞാൻ കണ്ട കേസസ് വെർബൈ സ്റ്റുഡൻസ് ഹാവ് ക്ലിയർഡ് ഈ ഒരു മൊമെൻറ്റിൽ ഇരുന്ന് പഠിച്ചിട്ട് 30 days വാട്ട് എവർ ടൈം ഇറ്റ് മേ ബി, സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്ത ആൾക്കാർ ഇഷ്ടംപോലെ കേസസ് എനിക്കറിയാം. ഞാൻ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് വെർബൈ. അതിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കേസസ് ഉണ്ട്. സോ ഇഫ് ഐ മീൻ കംപ്ലീറ്റ്ലി നെഗറ്റീവ് സർക്കിളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഹാവ് എ പ്രോപ്പർ വിഷൻ വൈ യു വാണ്ട് ടു ഡു ദിസ്, ആൻഡ് വൺസ് ദാറ്റ് ഇസ് സെറ്റ്, ലെറ്റ്സ് അഡ്രസ് ദ സെക്കൻഡ് ഏരിയ. പിന്നെ ചോദിക്കുന്ന കുറേ സംഭവങ്ങൾ, സാർ എനിക്ക് ബോത്ത് ഗ്രൂപ്പ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ സബ്ജക്റ്റ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ബട്ട് ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. ഒരു റഫ് കാൽക്കുലേഷൻ. ലൈക്ക് ഫോർ എക്സാമ്പിൾ വീനോ, ഇതാണ് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഉള്ളത്. ഓക്കെ, നൗ അസ്യൂം ഇപ്പോൾ ഇന്നലെ കൂടി വന്നൊരു മെസ്സേജ് ആയിട്ട് ആ കുട്ടി ഓഡിറ്റിംഗ് ഒന്നും അറിയില്ല, കോസ്റ്റിംഗ് അറിയാം, ഐ തിങ്ക് FM SM ഏതോ ഒന്നും അറിയാം, FM അറിയാം,
SM അറിയില്ല, ഓഡിറ്റിംഗ് അറിയില്ല. ഓഡിറ്റിംഗ് തൊട്ടിട്ട് തന്നെ അല്ലാന്നാ പറഞ്ഞത്. Now ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു സബ്ജക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.5-2 സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഗോ ഫോർ സിംഗിൾ ഗ്രൂപ്പ്. വെറുതെ ഈ മൊമെൻറ്റിൽ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കാൻ നിൽക്കല്ലേ. ഐ വുഡൻ സേ ഇത് ഇമ്പോസിബിൾ ആണ്, ഞാൻ ആരും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ബിക്കോസ് ഞാൻ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ CA ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്തത്. സോ ഐ വോണ്ട് സേ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ, ബട്ട് ഇങ്ങനത്തെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അഡ്വൈസ് തരുന്ന സ്ഥലത്ത് അങ്ങനെ സംഭവം ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ഗോ ഫോർ സിംഗിൾ ഗ്രൂപ്പ്. ഇനി അതല്ല, യു സ്റ്റിൽ വോണ്ട് ടു ഗിവ് എ ട്രൈ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു സെഡ് യു നോ കോസ്റ്റിംഗ്, ഓർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ അറിയാം, ബാക്കിയുള്ളത് ഒരു നിലക്കും നടക്കൂല തോന്നുകയാണ്, ഓർ നടക്കൂല അറിയാനുള്ള ടൈം ഇപ്പോഴും ആയിട്ടില്ല. ഇൻ ദാറ്റ് കേസ് ഡു വൺ തിങ്. ഏതായാലും ഇത് നമുക്ക് പഠിക്കാം, അത് നിങ്ങൾ കളയണ്ട. നിങ്ങൾ എന്തായാലും ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊരു എക്സംഷൻ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ എങ്ങനെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം? വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ടോൾഡ് മീ വാസ്, ഓക്കെ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കട്ടെ. നെവർ ഡു ദാറ്റ്. റിവേഴ്സ് ഓർഡറിൽ പഠിക്കുക. റിവേഴ്സ് ഓർഡറിൽ, ബൈ റിവേഴ്സ് ഓർഡർ വാട്ട് ഐ മീൻ ഇസ്, ആദ്യം ഇപ്പോൾ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ്, ലോയർ, ടാക്സ്, യു നോ വെരി വെൽ നിങ്ങൾക്ക് എത്ര ഡേയ്സ് അതിന് റിവിഷന് വേണ്ടി വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 3 ദിവസം സ്റ്റഡീസിനും ഒരു 2 ദിവസം എക്സാം അടുപ്പിച്ചുള്ള 2 ദിവസം റിവിഷനും ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ, അത് ടോട്ടൽ നമ്മളൊരു 5 ഡേയ്സ് ഒരു സബ്ജക്റ്റ് മാറ്റി വെക്കുക. ജസ്റ്റ് ഒരു റഫ് കാൽക്കുലേഷൻ ഉണ്ട്, അത് ഓരോ സ്റ്റുഡൻറ്റിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഐഡിയ ഷെയർ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 1 നടക്കാൻ പോകുന്ന അക്കൗണ്ട്സ് എക്സാമിന് എന്തായാലും ഓഗസ്റ്റ് 31, 30, 29, 28 ഒക്കെ നിങ്ങൾ വേറെ സബ്ജക്റ്റ് അല്ല പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അക്കൗണ്ട്സ് തന്നെയാണ്. ഈ 4 ദിവസം വാട്ട് യു ഹാവ് ടു സ്റ്റഡീസ് അക്കൗണ്ട്സ്. നോട്ട് ജസ്റ്റ് ഫോർ, ഇറ്റ് ഡിപ്പെൻസ്, വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ഒരു 5 ഡേയ്സ് എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ, നമ്മൾ 3+2 നമ്മൾ പറഞ്ഞത് 3 ഡേയ്സ് പഠിക്കാനും 2 ഡേയ്സ് റിവിഷനും. അപ്പോൾ അസ്യൂം ഈ 5 ദിവസം ഞാൻ അക്കൗണ്ട്സിന് എടുക്കുകയാണ്. പിന്നെ ലോന് നമുക്ക് ഒറ്റ ദിവസം ഇടയിലുള്ളത് അഗെയിൻ അതിൻ്റെ, അതായത് റിവേഴ്സ് ഓർഡറിൽ ഫസ്റ്റ് എക്സാമാണ് നമ്മൾ ഈ ഓഗസ്റ്റിൻ്റെ ലാസ്റ്റ് നമ്മൾ എഴുതാൻ നമ്മുടെ ഫസ്റ്റ് എക്സാമാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുക. സെക്കൻഡ് എക്സാമാണ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് പഠിക്കുക. വൈ? കാരണം എക്സാമിൻ്റെ തലേന്ന് വി നീഡ് ടു നോ, എക്സാമിൻ്റെ ലാസ്റ്റ് അടുപ്പിച്ചിട്ടുള്ള ആ ഫ്യൂ ഡേയ്സ് നമ്മൾ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ട് ഇരിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യല്ല വേണ്ടി. സോ സെക്കൻഡ് ലാസ്റ്റ് അതിൻ്റെ തൊട്ടും മുന്നുള്ള വി നീഡ് ലോ. ഓക്കെ, ഹൗ മെനി ഡേയ്സ് യു ആർ കീപ്പിംഗ് ഫോർ ലോ? അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ദിവസം ഉണ്ട്. ബിസൈഡ്സ് ദാറ്റ് അസ്യൂം നിങ്ങളൊരു 4 ദിവസം ലോൺ വെക്കുകയാണ്. ടാക്സിന് ഓൾറെഡി നമുക്കിവിടെ 2 ദിവസം ഉണ്ട്. സോ ബിസൈഡ്സ് ദാറ്റ് നമ്മൾ ടോട്ടൽ 5 എന്ന് പറഞ്ഞാൽ അപ്പോൾ 3 ദിവസം നമ്മൾ ടാക്സിന് മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ റഫ് കാൽക്കുലേഷൻ ഉണ്ടാക്കി വെക്കുക, ഹൗ മച്ച് ടൈം യു വാണ്ട് ഫോർ ഈച്ച് സബ്ജക്റ്റ്. ഇനി വരുന്ന കട്ട് ഓഫ് ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് മുതൽ നിങ്ങൾക്കുള്ള കട്ട് ഓഫ് ടൈം നമുക്ക് എത്ര? 5th. ഓക്കെ, ദിസ് ഡിസൈഡ്സ് നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അവിടെയും ഒന്നൊരു സേഫ് സൈഡിൽ നിൽക്കണമെങ്കിൽ ഐ വുഡ് സേ നിങ്ങളെ സെക്കൻഡ് ഗ്രൂപ്പ് ഏതെങ്കിലും ഗ്രൂപ്പ് വീക്ക് ആണെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പ് വീക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് കുറച്ച് വെക്കുക. എക്സാംസ് അപ്പിയർ ചെയ്തോളൂ, ടു ഹാവ് എൻ ഐഡിയ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. മോസ്റ്റ് സിറ്റുവേഷൻസിൽ ചിലപ്പോൾ പാസ്സാവുകയും ചെയ്യും. ഞാൻ പാസ്സാവില്ല എന്ന് റിഗ്രറ്റ്, ഐ മീൻ നിങ്ങളെ ഇത് നെഗറ്റീവ് അടിക്കല്ല. ബട്ട് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ യു ഹാവ് അറൗണ്ട് 14 ഡേയ്സ്. ഇഫ് യു തിങ്ക് അത് കൂടുതലാണ്, എനിക്ക് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. ഇൻ സച്ച് കേസസ് അത് കുറക്കുക, മേക്ക് ഇറ്റ് 7 ഡേയ്സ്, എന്നിട്ട് 7 ഡേയ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഓഡിറ്റ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോത്തിന് എഴുതണം നിർബന്ധം വാശിയിലാണ് സാറേ, ഓക്കെ ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങളൊരു 3 ദിവസം ഓഡിറ്റ് പഠിച്ചു നോക്കി, ഏകദേശം നിങ്ങളെ മൈൻഡ് തന്നെ സെറ്റാവും ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് വെക്കാൻ നിൽക്കരുത്, ഈ സമയത്ത് കൊണ്ടേ പഠിക്കാൻ നിൽക്കരുത്. ഓഡിറ്റിങ് ഇനീഷ്യലി ഈ പീരീഡിൽ തന്നെ നോക്കുക. ഇനി ഞാൻ നടക്കൂല തോന്നുകയാണെങ്കിൽ സ്റ്റിൽ ഫൈൻ, ദ സബ്ജക്റ്റ് ദാറ്റ് യു കംഫർട്ടബിൾ വിത്ത്. കോസ്റ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യുക, കോസ്റ്റിംഗിൽ എക്സംഷൻ അടിക്കാനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ബാക്കി 2 അപ്പിയർ ചെയ്യണം കേട്ടോ. അത് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടൂല. ഒരു ഗ്രൂപ്പിൽ ഒരു പേപ്പറിൽ എക്സംഷൻ കിട്ടണമെങ്കിൽ ആ ഗ്രൂപ്പിലെ ബാക്കി പേപ്പേഴ്സ് നിങ്ങൾ അപ്പിയർ ചെയ്യണം. സോ ദിസ് വാസ് വൺ റഫ് കാൽക്കുലേഷൻ ദാറ്റ് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു. ഐ വോണ്ട് സേ ജനറലി നിങ്ങൾ മൺഡേ രാവിലെ ഓഡിറ്റിംഗ് പഠിക്കുക, ട്യൂസ്ഡേ രാവിലെ ലോ പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ ഈ സബ്ജക്റ്റ് ഉച്ചയ്ക്ക് സബ്ജക്റ്റ്, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ആപ്റ്റ് ഫോർ എവരി വൺ. ഓരോരുത്തരെ ചിലപ്പോൾ രാത്രി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, രാവിലെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, സബ്ജക്ട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഡിഫറെൻറ്റ് പേഴ്സൺസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ തിയറിയിൽ വീക്കായിരുന്നു. സോ വാട്ട് ഐ യൂസ് ടു ഡു വാസ് ഏർലി ഇൻ ദ മോർണിംഗ്, ഏറ്റവും നമ്മൾ ഫ്രഷ് ആയി നിൽക്കുന്ന ടൈമിൽ ഞാൻ തിയറി പഠിക്കും. എനിക്ക് അക്കൗണ്ട്സ് ഇഷ്ടമായിരുന്നു, അപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര ഞാൻ അത്ര പഠിക്കാൻ എഫിഷ്യൻ്റ് അല്ലാത്ത ടൈമാണ്, ആ സമയത്ത് അക്കൗണ്ട്സ് പഠിക്കും. ആ രീതിയിലാണ് ചെയ്തു പോയിരുന്നത്. വേറെ ഒരു സ്ട്രാറ്റജി വീഡിയോ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് ഞാൻ ലാസ്റ്റ് വീക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ്. ബട്ട് ദിസ് ഐ വാണ്ടഡ് ടു അഡ്രസ് ദീസ് ഫ്യൂ ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നത്. ഐ ബിലീവ് ഓർ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ ഫോർ യു. ബിസൈഡ്സ് നമ്മുടെ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ലോ പേപ്പറിന്, എൻ്റെ സബ്ജക്റ്റ് ലോ പേപ്പറിന്.
ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരാം. നമ്മളതിൽ അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സിൻ്റെ ഡിസ്കഷൻസ് അതിൽ ചെയ്ത് പോകുന്നുണ്ട്. അഗെയിൻ ബിസൈഡ്സ് ദാറ്റ് നമ്മൾ വാട്സാപ്പ് ചാനലിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡെയിലി നമ്മൾ RTP ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം അതിൻ്റെ ആൻസർ ഞാൻ ഷെയർ ചെയ്യും, അലോങ് വിത്ത് എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഈ ആൻസർ വന്നു എന്നുള്ളത്. ആൻഡ് ദെൻ ഒരു ലോ ക്യാപ്സ്യൂൾ എന്നുള്ളൊരു സീരീസ് ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CA ഷാൻ ഉസ്മാൻ എന്നുള്ള യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ ലോ ക്യാപ്സ്യൂൾസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ യു ക്യാൻ സീ ഇറ്റ് ഓവർ ദെയർ. അതിൽ കുറഞ്ഞ ടൈം കൊണ്ട് ഓരോ കോൺസെപ്റ്റ് ICAI തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ സോൾവ് ചെയ്യാണ്, ആ കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ആൻസർ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിപ്പിച്ച് തന്നു പോവുകയാണ്. ദ ഇൻറ്റൻഷൻ ഓഫ് ദിസ് വാസ് നിങ്ങൾ ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ ഇടയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈവൻ ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ. ഐ മെയ്ഡ് ഷുവർ ഐ ഡ്രാഫ്റ്റഡ് ഇൻ സച്ച് എ വേ നിങ്ങൾ ആ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് അതൊന്ന് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ ആ ഫയലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാനറിൽ ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത സീരീസാണിത്. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ്, ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഡു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി കൺസേൺസ് ഓർ ഡൗട്ട്സ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു മൊമെൻറ്റിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ അടിക്കാൻ ഒന്നും നിൽക്കല്ലേ. ഈവൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇതിന് വാല്യൂ ഇല്ല, നിങ്ങൾക്ക് എന്തായാലും വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് CA കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് പോയിട്ട് വെറുതെ ഇരുന്നോളൂ. എന്നാലും കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് യു ഗേവ് യുവർ ബെസ്റ്റ് ആൻഡ് യു ഹാവ് ക്വാളിഫൈഡ്. ഇനി ആ ഫീൽഡ് വർക്ക് ചെയ്യണോ വേണ്ട, ബിക്കോസ് ദിസ് ഇസ് വൺ ഓഫ് ദി കൊമേഴ്സ് ഫീൽഡിൽ തന്നെ ടോപ്പ് ലെവലിലുള്ള കോഴ്സസിൽ പെട്ടതാണത്. പാർലമെൻറ്റ് ആക്ട് പാസ് ചെയ്തിട്ട് നമ്മൾ കൊമേഴ്സ് പ്രൊഫഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കമ്മിറ്റിയിൽ അഡ്വൈസസ് കൊടുക്കാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും ഈ കാര്യങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്യാനും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പവർ കൊടുത്തിട്ടുള്ള പാർലമെൻറ്റ് ആക്ട് പാസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള CA, CMA, CS ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പെട്ട അങ്ങനെ ഒരു ആക്ട് പാസ് ചെയ്തൊരു പാർലമെൻറ്റിലൂടെ ആക്ട് പാസ് ചെയ്തൊരു സാധനത്തിൽ, അതായത് നമ്മൾ ലീഗൽ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ, ഒരു റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ CAക്കാർ. അപ്പോൾ അതിലിത് കംപ്ലീറ്റ് ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരാത്തോടത്തോളം കാലം പിന്നെ വരുന്ന വാട്ട് എവർ അപ്ഡേറ്റ്സ് എൻഹാൻസ്മെൻറ്റ്സ് അത് പാർട്ട് നമ്മളെ ലൈഫിൻ്റെ പാർട്ടായിട്ട് നമ്മൾ അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ യു ആർ ഓൾറെഡി പെർസ്യൂയിങ് എ വെരി പവർഫുൾ കോഴ്സ്. ഞാൻ അതിൽ വെറുതെ കുറേ ഡൗട്ട് അടിക്കാനൊന്നും നിൽക്കല്ലേ. ഡു യുവർ ബെസ്റ്റ്.